Ladies and gentlemen, let's welcome in the personality round to face our judges' questions our first finalist. Here she is, Krishnanjali. ഹായ് കൃഷ്ണാഞ്ജലി. ഹായ് സർ. എന്തായാലും ഈ ഒരു ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയതിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. ഞാനൊരു കൃഷ്ണാഞ്ജലിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണമെന്ന് തോന്നി. ആ ഗിഫ്റ്റ് ഇപ്രകാരമാണ്. ഞാൻ കൃഷ്ണാഞ്ജലിക്ക് ഒരു വരം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ തരികയാണ്. കൃഷ്ണാഞ്ജലിക്ക് മറ്റൊരാളുടെ ശരീരമോ മനസ്സോ സ്വീകരിക്കാനുള്ളൊരു ഓപ്ഷൻ, ഒരു വരം ഞാൻ തരികയാണ്. ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ കൃഷ്ണാഞ്ജലി അതിലേതാണ് സ്വീകരിക്കുക, അത് ആരുടേതാണ്, എന്തുകൊണ്ടാണ്? ഇതാണ് എൻ്റെ ഒരു ചെറിയ ചോദ്യം. അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ശോഭന മാം ആയിരിക്കും. കാരണം ആസ് എ ഡാൻസർ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ കൂടി ഒരു ഡാൻസറിന് വേണ്ട ഒരു ശരീരം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തൊരു കലയും ആയിക്കോട്ടെ, ആ കലയിൽ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച് ജീവിതത്തിലെ മറ്റൊരു ഘടകത്തിന് പ്രാധാന്യം കൊടുക്കാതെ അവരുടെ നൃത്തത്തിന് വേണ്ടി ആ ഫുൾ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. കല്യാണം ഒഴിവാക്കി അവർക്ക് എത്രയോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാണ്, മറ്റുള്ള ഫീൽഡിലേക്ക് പോകായിരുന്നു. അതൊക്കെ തടഞ്ഞു വെച്ച് അവർ കലയിലേക്ക് ഫുൾ ടൈം, എനിക്ക് തോന്നുന്നു 24 hours. ഞാൻ കേട്ടിട്ടുണ്ട് ശോഭന മാം ഒരു ദിവസം 8 മണിക്കൂറിൽ കൂടുതൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമെന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഞാൻ ഒരു മടിച്ചിയാണ്. എനിക്കറിയാം ഞാൻ ഡാൻസിൽ എന്തെങ്കിലും ആയില്ലെങ്കിൽ അത് എൻ്റെ മടി കൊണ്ട് മാത്രമാണ്. അപ്പോൾ ശോഭന മാമിനെ പോലുള്ള ഒരു വ്യക്തിയുടെ മാമിൻ്റെ മനസ്സ് കിട്ടാൻ വേണ്ടിയായിരിക്കും. ശരീരം വേണ്ട, ആ മനസ്സാണ് വേണ്ടത്. ശരീരം അത്യാവശ്യം എൻ്റെ കയ്യിലുണ്ടല്ലോ സർ, എനിക്ക് വേണ്ടത് ആ മനസ്സല്ലേ. അബ്സല്യൂട്ട്ലി. സോ ഈ മനസ്സ്, അല്പം മടിയുള്ള മനസ്സ് മാറ്റി ആ ഒരു മനസ്സ് വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയാണ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Best wishes. Thank you very much, Dr. Vipin. And now we're moving on to our chief judge, Menaka Chechi. ഈ പരിപാടികൾ തുടക്കം കുറിച്ചത് വനിതാ രത്നം എന്നുള്ളതിൻ്റെ സ്റ്റേജിൽ നിന്നാണ്. അതിൽ തന്നെ ചോദിക്കുകയാണ്, ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പം നിങ്ങൾക്ക് നന്മകളാണോ കൂടുതൽ കിട്ടിയത്, തിന്മകളാണോ? എന്നാൽ അതിൽ ഒന്നൊന്നിലും 2 പോയിന്റ് വീതം എനിക്ക് പറഞ്ഞാൽ മതി. എന്തൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്തു? നന്മ എന്താണ്, തിന്മ എന്താണ്? തിന്മയേക്കാൾ കൂടുതൽ നന്മ തന്നെയാണ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. എന്നെ ഇപ്പോൾ എൻ്റെ നാട്ടിലാണെങ്കിലും എന്നെ അറിയുന്നവർക്കാണെങ്കിലും അത്യാവശ്യം ഒരറിവുണ്ട് ഞാൻ ഡാൻസ് ചെയ്യുമെന്ന്. പക്ഷേ എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ആക്ടറുണ്ട്. ഇതുപോലെ മൈക്ക് പിടിച്ച് പേടിയില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന മറ്റൊരു കൃഷ്ണാഞ്ജലി ഉണ്ട്. പിന്നെ എന്താ പറയുക, കൂടുതൽ എൻ്റെ ഉള്ളിൽ ഇനിയും കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് തെളിയിച്ചു തന്നത് ഈ ഒരു സ്റ്റേജാണ്. അതൊക്കെയാണ് പോസിറ്റീവ് സൈഡ്സ്. നെഗറ്റീവ് സൈഡ് വൈസ് മാക്സിമം ഞങ്ങളുടെ ഗ്രൂമർ മുരളി സാർ ശ്രമിച്ചിട്ടുണ്ട് ടെൻഷൻ ഒഴിവാക്കാൻ. പക്ഷേ ഇതിൽ വന്നതിന് ശേഷം ടെൻഷൻ എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു. സാറ് തരുന്ന അഡ്വൈസ്, ഈ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടി തരുന്ന അഡ്വൈസ് എനിക്ക് പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് നോട്ട് ഓൺലി ഇൻ ദിസ് സ്റ്റേജ്, ഇവിടെ മാത്രമല്ല, വാട്ട് ആർ യു ഫേസിങ് ഔട്ട്സൈഡ് ഓൾസോ? വനിതാരത്നത്തിൽ വന്നതുകൊണ്ട് എനിക്ക് തിന്മ ഉണ്ടായിട്ടുണ്ട്. രണ്ടും ഞാൻ ചോദിക്കാണ്, നന്മയും തിന്മയുമായിട്ടാണ് ചോദിക്കുന്നത്. തിന്മ ഉണ്ടോ വെളിയിൽ? തിന്മയില്ല. ഇല്ല. നന്മയേ ഉള്ളൂ. നന്മയാണ് ഏറ്റവും. എന്നെ പുറത്തിറങ്ങുമ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല മാം എന്നെ, പക്ഷേ ഇന്ന് പുറത്തിറങ്ങുമ്പോൾ ആളുകൾ എന്നെ തിരിച്ചറിയാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, ഇതിലപ്പുറം എനിക്കൊന്നും നേടാനില്ല. ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. Murli Chata, your turn. കൃഷ്ണാഞ്ജലി, നമസ്കാരം. നമസ്കാരം സർ. എന്തുകൊണ്ട് ഞങ്ങൾ വനിതാരത്നമായി കൃഷ്ണാഞ്ജലിയെ തിരഞ്ഞെടുക്കണം? കൃഷ്ണാഞ്ജലി ഒരു നല്ല ഡാൻസറാണ്. ഒന്ന് പുഷ് ചെയ്താൽ പുറത്തേക്ക് വരാനുള്ള നാളത്തെ വളരെ നല്ലൊരു ആക്ട്രസ്സാണ്. വളരെ നല്ല ഒരു എന്താ പറയുക പേഴ്സണാലിറ്റി ഉണ്ട്. അതായത് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് അവരെ സമാധാനിപ്പിക്കാനും അവനവൻ്റെ സങ്കടം കഴിയുന്നതും മറ്റുള്ളവരോട് പറയാതിരിക്കാനും എല്ലാവരോടും മിക്കവാറും പ്ലസൻ്റായിട്ട് നിൽക്കാനും അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ തക്ക മനസ്സുള്ള വളരെ നല്ല കുട്ടിയാണ്. താങ്ക് യു.
താങ്ക് യു മുരളി ചേട്ടാ. സിതാര ചേച്ചി, ചേച്ചിയുടെ ചോദ്യം. കൃഷ്ണയുടെ സ്വഭാവത്തിൽ കൃഷ്ണയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഹൗ വിൽ യു ടാക്കിൾ ഇറ്റ്? ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്ത് തലയിൽ വയ്ക്കും. എന്നിട്ട് അവസാനം അതെങ്ങനെ ഒഴിവാക്കുമെന്നറിയാതെ കിടന്ന് കഷ്ടപ്പെടും. ഒരുപാട് എനിക്ക് ലൈഫിൽ അനുഭവമുണ്ട് മാം ഇതിൻ്റെ പേരിൽ. എന്നെ കൊണ്ട് പറ്റാത്ത എന്താ വെച്ചാൽ എനിക്ക് മടിയാണ്. അയ്യോ എന്നെ കൊണ്ട് കഴിയില്ല, ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല, നോ പറയാൻ എനിക്ക് മടിയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ആരെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ യെസ്, ഒന്നും കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നേരെ ഇറങ്ങി ഓപ്പണായിട്ട് ഓക്കെ ഞാൻ എല്ലായിട്ടും ചെയ്തോളാം. പക്ഷെ പിന്നെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുക ഇതെന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ അവരോട് തിരിച്ചു പോയിട്ട് പറ്റില്ല എന്ന് പറയാൻ അതും പറ്റില്ല. ഇനി നമ്മുടെ സെക്കൻഡ് കണ്ടസ്റ്റന്റിനെ വേദിയിലേക്ക് വിളിക്കുന്നു ഫോർ ദ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, ആൻഡ് ദാറ്റ് ഓഫ് കോഴ്സ് ഈസ് ദ വണ്ടർഫുൾ വിജിത. ധാരാളം ചെറുകഥകളും നോവലുകളും ഒക്കെ സിനിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂടെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതും. ഈ ഒരു വനിതാ രത്നം റിയാലിറ്റി ഷോയിലൂടെ കടന്നു വന്ന് പല തലങ്ങളിലൂടെ മികവുറ്റ പ്രകടനത്തോടുകൂടി വിജിത ഇപ്പോൾ ഈ ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ വന്ന് നിൽക്കുകയാണ്. വിജിതയുടെ ജീവിതം പ്രമേയമാക്കി ഒരു കൊമേഴ്സ്യൽ ഫിലിം അല്ലെ മുഖ്യധാര ഫിലിം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വിജിതയുടെ റോൾ അഭിനയിക്കുവാൻ വിജിത ആരെയാണ് സജസ്റ്റ് ചെയ്യുക, സെലക്ട് ചെയ്യുക? പക്ഷേ ആ വ്യക്തി ഒരു ഫിലിം ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സിനിമാ താരമാകാൻ പാടില്ല. സിനിമയ്ക്ക് പുറത്തുള്ള സിനിമാ താരമല്ലാത്ത ഒരാളെ വിജിതയുടെ റോൾ അഭിനയിക്കാൻ സെലക്ട് ചെയ്യുമെങ്കിൽ അതാരാണ്? ഒരു ഡൗട്ടും ഇല്ല, എനിക്ക് എൻ്റെ അനിയത്തിനെ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഞാനിവിടെ ഉണ്ടെങ്കിൽ നിഴല് പോലെ എൻ്റെ കൂടെ ഉള്ളവളാണ് അവള്. എന്നെ പ്രസന്റ് ചെയ്യാൻ അവളെപ്പോലെ പറ്റുന്ന ഒരാള് ഈ ലോകത്ത് വേറെ ആരും ഇല്ല. വിജിത വളരെ ഇമോഷണൽ ആയിട്ടുണ്ട്. മീൻസ് ഒരുപാട് ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ്. തീർച്ചയായിട്ടും അനുജത്തിക്ക് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ. ഒരു മുഖ്യധാര ഫിലിം ആക്ട്രസിനെ വെച്ചുകൊണ്ടാണ് ഈ സിനിമ ചെയ്യേണ്ടതെങ്കിൽ വിജിതയുടെ റോൾ ഏത് സിനിമാ താരമായിരിക്കണം അഭിനയിക്കേണ്ടത്? മഞ്ജു ചേച്ചി അഭിനയിക്കുമെങ്കിൽ മഞ്ജു ചേച്ചിനെ കൊണ്ട് ചെയ്യിക്കും. സിതാര ചേച്ചി. ഹായ് വിജിത. ഹായ് മാം. വിജിത എന്തെങ്കിലും സോഷ്യൽ കോസസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസസിൽ ഇൻവോൾവ് ആണോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുക. ഞാൻ അങ്ങനെ ഈ ഓരോരോ സ്ഥാപനങ്ങളിൽ പോയി സഹായിക്കുക എന്നതിൽ കൂടുതൽ എനിക്ക് സഹായിക്കാൻ എൻ്റെ ചുറ്റുപുറത്ത് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് സാധിക്കുന്ന അത്ര സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു റൗണ്ട് ഉണ്ടായിരുന്നു, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റൗണ്ട് ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ സ്ഥാപനങ്ങളെ പറ്റി എനിക്ക് അഫ്കോഴ്സ് ഒരു നാട്ടിൻപുറത്തെ പെൺകുട്ടി എന്ന നിലയിൽ ഒരു സ്ഥാപനത്തിനെ അപ്രോച്ച് ചെയ്യാൻ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് അറിയാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഈ ഒരു റൗണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളെയൊക്കെ അറിയാനും അവിടുത്തെ ഇതൊക്കെ അറിയാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ എനിക്ക് തിരൂരുള്ള, അതായത് അവരുടെ പേര് അവരങ്ങനെ പേര് കൊട്ടിഘോഷിച്ച് നടത്തുന്ന ഒരു സ്ഥാപനമല്ല, ഒരു സാധാരണ മാഷ്, ബാലൻ മാഷ് നടത്തുന്ന ഒരു സ്ഥാപനം. അവിടെയാണ് അവരെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, അമൃത TV വരുമോ? തീർച്ചയായിട്ടും കുട്ടി വരൂ, ഒന്ന് കാണൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം നന്ദി പറയണം അമൃത TVയോട്. എനിക്ക് ഇങ്ങനെ ഒരു കണ്ണൻ തുറപ്പിച്ചതിന് നന്ദി പറയുന്നു. അവിടെ ഞാൻ ചെന്നു, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടാണ് ചെന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഒരു ചാനൽ വരിക എന്നുള്ളത് എന്തൊരു സന്തോഷമാണെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അവിടുത്തെ കുട്ടികളെ കാണാനും അവിടുത്തെ ടീച്ചേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ പറ്റില്ല മാം. കാരണം എന്താ വെച്ചാൽ അവർ എടുക്കുന്ന ആ ഒരു എഫേർട്ട് നമുക്ക് അവരെ കണ്ടാൽ നമുക്ക് കണ്ണു നിറയും. കുട്ടികളെ കാണണ്ട, അവരെ കണ്ടാൽ മതി. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ എത്തിച്ചേരാനും അന്ന് എന്നെക്കൊണ്ട് സാധിക്കുന്ന ഒരു ചെറിയ സഹായം അവർക്ക് ചെയ്യാനും എനിക്ക് സാധിച്ചു. എനിക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആദ്യം എൻ്റെ ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തോടാണ്. വിജിതയ്ക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ ഇഷ്ടമാണ്? എനിക്കതിൽ തീർച്ചയായിട്ടും നല്ല താല്പര്യമാണ്. മുരളി ചേട്ടാ. ചോദ്യം ഇതാണ്, വാട്ട് ഹാവ് യു ലേൺഡ് ഫ്രം യുവർ ഫെയിലിയേഴ്സ്? നിങ്ങളുടെ പരാജയത്തിൽ നിന്നും നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? പരാജയം നമുക്ക് സംഭവിക്കുമ്പോൾ
അയ്യോ ഞാൻ പരാജയപ്പെട്ടല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെടുന്നതിനേക്കാൾ ഇനി എന്താണ് ഞാൻ അടുത്ത ചുവട് എന്തായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആ ഒരു ഉള്ളിലൊരു ഒരു എനർജി വരികയാണ് ചെയ്യാറ്. ഒരു പരാജയം ഉണ്ടായാൽ അത് അടുത്ത ഒരു നല്ല ഒരു കാര്യത്തിൽ അതിലെൻ്റെ വിജയം കണ്ടെത്തണം എന്നുള്ളൊരു എനർജി ഈശ്വരൻ്റെ സഹായത്തോടുകൂടി എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പരാജയം എനിക്ക് എപ്പോഴും വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി തന്നെയാണ്. താങ്ക് യു. താങ്ക് യു സർ. മേനക ചേച്ചി? വിജിത, ടെൻഷനേ ഇല്ല അല്ലേ? ടെൻഷൻ ഇല്ല. അത് നിപ്പ് കാണുമ്പോൾ മനസ്സിലായി. ഇത് ഒരു സോഷ്യലായിട്ടുള്ള ഒരു ചോദ്യമാണ്. ദൈവം എല്ലാവർക്കും എല്ലാം തരൂല്ല. അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഭാഗ്യമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പം, കുട്ടികളില്ല, ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം ദത്തെടുക്കുന്നതിനെ കുറിച്ച് ഒരുപാട് പേർ ചിന്തിക്കാറുണ്ട്. പക്ഷേ അതിൽ അച്ഛൻ്റെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ പാരൻസ് ഇൻ്റർഫിയർ ചെയ്തിട്ട് അവരുടെ ജീൻ അല്ല എന്ന് വേണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടരും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് വിജിതയുടെ അഭിപ്രായം, കുട്ടികളെ ദത്തെടുക്കുന്നതിനെ കുറിച്ച്? ദത്തെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം അച്ഛൻ അമ്മ അവർ പ്രായമായവരാണ്, അവർ വളർന്ന കാലഘട്ടം വേറെയാണ്. നമുക്ക് അവരെ തെറ്റ് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് സ്നേഹത്തോടു കൂടി അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നോട് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അച്ഛനും അമ്മയും അവർ പ്രായമായിട്ടുള്ള ആൾക്കാരാണ്, നമ്മളപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ അവരത് എടുക്കും എന്നുള്ളൊരു, ഞങ്ങളുടെ രണ്ടുപേരുടെയും പാരൻസ് അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. ദത്തെടുക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെയായിട്ട് ദത്തെടുക്കണം എന്നുള്ളൊരു അഭിപ്രായം അല്ല എനിക്ക്. വൺ ഓഫ് ദി എന്താ പറയുക, ഞാൻ ഏറ്റവും അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് സുസ്മിത സെൻ. 2 പെൺകുട്ടികളെ ദത്തെടുത്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അവർ. അവർക്ക് പൈസയുണ്ട്, കല്യാണം കഴിക്കാം, എത്ര ലെവൽ വേണമെങ്കിലും അവർക്ക് നിൽക്കാം. പക്ഷേ അവരതിനൊന്നും വെയിറ്റ് ചെയ്യാതെ അവരെ കൊണ്ട് സാധിക്കുന്നു. ഞാൻ 2 കുട്ടികളെ അവർക്ക് ഞാൻ ജീവിതം കൊടുക്കുന്നു എന്ന് ഡിസൈഡ് ചെയ്ത ഒരു പേഴ്സണാലിറ്റിയാണ് സുസ്മിത സെൻ. അപ്പോൾ തീർച്ചയായിട്ടും കല്യാണം കഴിയാത്തവരത് ചെയ്യുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്തവർ ഇതിന് മടിക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.